ഇന്ത്യയിലെ വിവിധ പ്രദേശങ്ങളിലെ സ്ഥിതിഗതികളെന്നുള്ളത് വ്യത്യസ്തമാണ്, ചിലപ്പോൾ വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞതുമാണ്. കാരണം നമ്മുടേതായ ഭക്ഷണ രീതി ആയിരിക്കണമെന്നില്ല വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ ചില കേന്ദ്രങ്ങളിലുള്ള ചില ഭാഗങ്ങളിലുള്ള അവരുടെ ഭക്ഷണ രീതി എന്നത് നമ്മുടേതായിട്ടുള്ള വസ്ത്രധാരണ രീതിയും നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാടുകളും അതിലൊക്കെ എല്ലാവരും മനുഷ്യരാണ്, ഇന്ത്യൻ പൗരന്മാരാണ്. പക്ഷേ ഇതെല്ലാം അത്തരത്തിലുള്ള ഒരുപാട് ഉപദേശീയതകളെന്ന് പോലും പറയേണ്ടതായിട്ടുള്ള സ്ഥിതിയുണ്ട്. ഞാൻ പറഞ്ഞതിലേക്ക് ഇപ്പോൾ ലക്ഷ്മി ഇത് ചോദിച്ചു, നമ്മുടെ ഈ ഒരു കാര്യത്തിൽ ഒരു ചർച്ചയിൽ ഇപ്പോൾ ശ്രീ CP ജോൺ ഇപ്പോൾ നമ്മുടെ ചർച്ചയിൽ അദ്ദേഹം കൂടി ചേർന്നല്ലോ. ഒന്ന് നോക്കൂ ഒരു കാര്യത്തിൽ. കഴിഞ്ഞ ബഡ്ജറ്റ് അവതരിപ്പിച്ചതും ഇതേ ധനമന്ത്രിയാണ്. ആ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച, ഞാനതുകൊണ്ടാണ് ഈ വർത്തമാനത്തിൻ്റെ തുടക്കത്തിൽ നമ്മുടെ ഇതൊരു സൗഹൃദ സംഭാഷണം പോലെയാണല്ലോ, ഒരു സ്വകാര്യ ചാനലിലുള്ളതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും വല്ലാതെ ഈ ചൂടും ബഹളവും അട്ടഹാസവും ഒന്നും ഇല്ലാതെയാണല്ലോ നമ്മുടെ ഒരു, ഞാനിതിൽ ആദ്യമേ പറഞ്ഞല്ലോ, ഈ നമ്മുടെ ഈ ദ ബഡ്ജറ്റ്സ് ദേ ഹാവ് ലോസ്റ്റ് ദ സാങ്ക്ടിറ്റി എന്ന് ഞാൻ പറഞ്ഞത്. സാഹിബിൻ്റെ ഭാഷയിൽ അങ്ങനെയല്ലേ പറയാൻ പറ്റും. ആ സാങ്ക്ടിറ്റിക്ക് കൃത്യമായ ഒരു മലയാള പരിഭാഷ എനിക്ക് കിട്ടാത്തത് കൊണ്ട് ഞാൻ പറഞ്ഞു പോയതാണ് കേട്ടോ. കഴിഞ്ഞ ബഡ്ജറ്റിൽ ഇന്ത്യ പവിത്രത എന്നാലും പോരാ. ആ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചതിനേക്കാൾ വിവിധ മന്ത്രാലയം എന്ന പദപ്രയോഗം തെറ്റാണ്, വിവിധ മിനിസ്ട്രികളുടെ കീഴിൽ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ കീഴിൽ ചെലവഴിക്കപ്പെട്ടിട്ടുള്ള തുക എന്നുള്ളത് 1 ലക്ഷം കോടി രൂപയ്ക്കപ്പുറമായി കുറവാണ്. അപ്പോൾ പറഞ്ഞതെത്ര ചെലവഴിച്ചതെത്ര? ഇവിടെ ഈ ധനകമ്മീഷൻ സംസ്ഥാനങ്ങൾക്ക് നൽകാനായി അത്തരത്തിൽ ആ ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ടതിൽ 22,000 കോടി രൂപയുടെ കുറവുണ്ടെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ. ഇവിടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടൊരു കാര്യം പറഞ്ഞു. വിദ്യാഭ്യാസത്തെ സംബന്ധിച്ചുള്ള കാര്യത്തിൽ ഇപ്പോൾ അതിൽ ന്യൂഡൽഹിയിൽ നിന്ന് പങ്കെടുത്ത് അപ്പോൾ പോളിസി എക്സ്പെർട്ട് കൂടിയാണ് തീർച്ചയായും വിനീത പറയുകയുണ്ടായി. അപ്പോൾ മാഡം വിനീത ഈ കാര്യത്തിൽ കഴിഞ്ഞ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ, കേന്ദ്ര ഗവൺമെൻറ് ഞാൻ പറയുന്നില്ല, യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ ബഡ്ജറ്റിൽ വകയിരുത്തി അത്തരത്തിൽ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് ഹയർ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട് വകയിരുത്തിയതിൽ 1.26 ലക്ഷം കോടി രൂപയുടെ കുറവാണ് ഉണ്ടായിട്ടുള്ളത്. പറഞ്ഞതെത്ര ചെലവഴിച്ചത്ര? 1.26 ലക്ഷം കോടി രൂപയുടേതായിട്ടുള്ള തീരുന്നില്ല. LPG സബ്സിഡിയിൽ കട്ട് ചെയ്തത് 14.7 കോടി രൂപയുടേതായിട്ടുള്ള കുറവ് ഉണ്ടായിട്ടുണ്ട്. തീരുന്നില്ല. ഇവിടെ ഈ നമ്മൾ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയെക്കുറിച്ച് പറഞ്ഞു. അത് ഒന്നാം UPA സർക്കാരിൻ്റെ കാലത്ത് വന്നതുകൊണ്ട് നമ്മുടെ ഒരു പക്ഷേ വളരെ പാവപ്പെട്ട നിരക്ഷരരായിട്ടുള്ള ആ സ്ത്രീകളുടെ കൈകളിലേക്ക് ആ പണം വന്നതുകൊണ്ട് യശസ്വരിയായ സുശീല ഗോപാലിൻ്റെ വാക്കുകൾ ഞാനിവിടെ കടമെടുക്കുകയാണ്, കോട്ട് ചെയ്യുകയാണ്. ഉറുമ്പിൻ്റെ കയ്യിൽ ധാന്യമണി കിട്ടിയാൽ ആ ഉറുമ്പ് എത്ര ഭദ്രതയോടുകൂടി അതിൻ്റെ മാളത്തിലേക്ക് കൊണ്ടുപോകുമോ അതുപോലെ അവളുടെ കുടുംബത്തിലേക്ക് കൊണ്ടുപോയി അത് സുരുക്കൂട്ടുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച്. SC/ST വിഭാഗങ്ങളെ സംബന്ധിച്ച് പറഞ്ഞു. SC/ST വിഭാഗങ്ങൾക്ക് വിവിധ മന്ത്രി കാര്യാലയങ്ങളിലെ ഡിപ്പാർട്ട്മെൻറ്റുകളിലുമായി വന്നിട്ടുള്ള കട്ട് എന്നുള്ളത് ഇടിവന്നത് 27,000 കോടി രൂപയുടേതാണ്. ഷെഡ്യൂൾ ട്രൈബ് പട്ടികവർഗ്ഗക്കാരുടേതായി വന്നിട്ടുള്ളത് 17,000 കോടി രൂപയുടേതാണ് വന്നിട്ടുള്ളത്. ഇതൊക്കെയാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. അലോക്കേഷൻ ഇവിടെ വിവിധ മന്ത്രി കാര്യാലയങ്ങൾ, മിനിസ്ട്രീസും ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്കൊക്കെ ഇതിലേക്ക് കൊടുക്കണമല്ലോ. 2025-26 ഇവിടെ എന്താണെന്ന് പറഞ്ഞാൽ 3.4%-യും 2.6%-യും യഥാക്രമം SC/ST വിഭാഗങ്ങൾക്കായി കുറവ് വന്നിട്ടുണ്ട്. ഇതുപോലെ തന്നെയാണ് ഇന്ത്യയിലെ ഏറ്റവും നിർണായകമായ വിഭാഗമായിട്ടുള്ള മറ്റു പിന്നോക്ക വിഭാഗങ്ങൾ, അതർ ബാക്ക്വേർഡ് ക്ലാസ്സസ്, അവരുടെ ഇതിലും ഈ വെട്ടിക്കുറവെല്ലാം ഉണ്ടായിട്ടുള്ളത്. ഇനി കേരളവുമായി കേരളം ഇന്ത്യയുടെ ഭാഗം തന്നെയാണ്, ഇന്ത്യൻ യൂണിയനിലെ ഭാഗം തന്നെയാണ്, ഈ സംസ്ഥാനങ്ങളുടെ സമുച്ചയമാണ് ഇന്ത്യ എന്നുള്ളത്. കേരളത്തെ അവഗണിച്ചുകൊണ്ട് ഇന്ത്യ എന്നുള്ള നിലയിൽ പറയാനായിട്ട് കഴിയുമോ? ഹൃദയത്തെ അവഗണിച്ചുകൊണ്ട് മനുഷ്യനെ പറ്റി പറയാൻ പറ്റുമോ? തലച്ചോറിനെ അവഗണിച്ചുകൊണ്ട് ഒരു മനുഷ്യനെ പറ്റി പറയാൻ പറ്റുമോ? ആന്തരാവയവങ്ങളെ അവഗണിച്ചുകൊണ്ട് ഒരു മനുഷ്യനെ പറ്റി പറയാൻ കഴിയുമോ? ഇതെല്ലാം ചേർന്നതാണല്ലോ ഒരു മനുഷ്യ ശരീരം എന്നുള്ളതുപോലെ ഇന്ത്യയിൽ കേരളവും ഒരു പ്രധാനപ്പെട്ട സംസ്ഥാനം തന്നെയാണ്. അറിയണം, ഇന്ത്യ ഗവൺമെൻറ് സാമ്പത്തിക സർവേ റിപ്പോർട്ടിൽ കേരളത്തെ തഴുകുകയാണ്. ആ തഴുകൽ എന്നുള്ളത് ധൃതരാഷ്ട്ര ആലിംഗനം പോലെ ആകുന്നു എന്നുള്ളത് നമ്മൾ കണ്ടറിയണം. വിഴിഞ്ഞം എന്നത് കഴിഞ്ഞ 20 വർഷക്കാലത്തിനിടയിലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രോജക്റ്റുകളിലൊന്നാണ്. ഈ നമ്മുടെ കയറ്റുമതിയുമായി ബന്ധപ്പെട്ടെല്ലാം ഇത്തരത്തിൽ വലിയ പുരോഗതിക്ക് ഈ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ അത്തരത്തിലുള്ള ഒരു വലിയൊരു പ്രോജക്റ്റാണ്. എന്താ അതിനുവേണ്ടി നൽകിയിട്ടുള്ളത്? വയബിലിറ്റി ഫണ്ടുമായി ബന്ധപ്പെട്ട ആ ഗ്യാപ്പ് നികത്താൻ എന്താ അനുവദിച്ചിട്ടുള്ളത് മാഡം? ഈ കാര്യത്തിൽ വയനാടുണ്ടായ ദുരന്തം ഒരു പ്രകൃതി ദുരന്തം എന്നത്, ആ ദുരന്തം ഈ ക്ലൈമറ്റ് ചേഞ്ചുമായി കൂടി ബന്ധപ്പെട്ട് കേരളം അനുഭവിക്കുന്ന തീരപ്രദേശങ്ങളിൽ ഒരുപാട് കെടുതികളുണ്ട്. എന്താ കേരളത്തിന് വേണ്ടി നൽകിയിട്ടുള്ളത്? വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് വന്നു, കണ്ടു, കെട്ടിപ്പിടിച്ചു, ഫോട്ടോ എടുത്തു, പോയി, ഇത്തരം കാര്യങ്ങൾ ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ട് എന്ന് പറയുക, എന്തെങ്കിലും അതിനുവേണ്ടിയുള്ള ഒരു പ്രത്യേക
പ്രത്യേക പാക്കേജായി നൽകണ്ടേ? കേരളം ഇത്തരത്തിൽ ആവശ്യപ്പെട്ടതൊന്നും അതൊരു വല്ലാത്ത അംബിഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ആയിരുന്നില്ല. 24,000 കോടി രൂപ ഞങ്ങൾക്ക് നൽകണമേ എന്നുള്ള കാര്യം ചോദിച്ചത്. ഇവിടെ തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ പിൽഗ്രിമേജ് ടൂറിസത്തെക്കുറിച്ചെല്ലാം പറയുന്നുണ്ട്. ശബരിമലയിലേക്ക് അങ്ങനെ പോകുന്നതിന് കൂടിയിട്ടാണല്ലോ മലയോര ഹൈവേ, മലയോര ഈ നമ്മൾ ഇപ്പോഴത്തെ ഇതുണ്ടല്ലോ, ഈ റെയിൽ പ്രോജക്റ്റ്, അങ്കമാലി ശബരി പ്രോജക്റ്റ് എല്ലാം അതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് മലയോര റെയിൽവേ. ആ മലയോര റെയിൽവേ അത്തരത്തിൽ നിർമ്മിക്കണമെങ്കിൽ കേരളം പകുതി പണം നൽകണമെന്ന് ഇന്ത്യൻ റെയിൽവേ മന്ത്രി കാര്യാലയം പറയുന്നൊരു സ്ഥിതിയിലേക്കും ഇന്ത്യയിലെ ഒരു സംസ്ഥാനം മാത്രം ഈ ദേശീയപാത വികസനത്തിന് NH-66 സ്ഥലം ഏറ്റെടുത്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ 4/1 പങ്ക് എന്നുള്ളത് ഈ സംസ്ഥാനം നൽകണമെന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനങ്ങളും ഈ വിധത്തിൽ അവരാരും അവരുടെ ദാറ്റ് പൗണ്ട് ഓഫ് ഫ്ലഷ് എന്ന് പറയുമല്ലോ, അങ്ങനെ ചങ്കിൽ നിന്ന് ഇങ്ങനെ പറിച്ചെടുത്ത് ഒരു റാത്തൽ മാംസം കൊടുക്കണമെന്ന് പറയുന്നത് പോലെ കേരളത്തോട് പറയുക എന്നത്. ബീഹാറിന് കൊടുക്കേണ്ടത് കൊടുക്കണം, മറ്റു സംസ്ഥാനങ്ങൾക്കും കൊടുക്കേണ്ടത് കൊടുക്കണം. ബീഹാറിനെ കുറിച്ച് ഒരുപാട് തവണ പറയാം, കേരളത്തെക്കുറിച്ച് ഒരു തവണ പറഞ്ഞില്ലെങ്കിലും കേരളത്തിന് അർഹമായത് നൽകുക എന്നുള്ളത് മാത്രമാണ് ചെയ്യേണ്ടത്. അത് ചെയ്തില്ല എന്നുള്ളത് കാണിക്കുന്നത് കേരളത്തോടുള്ള രാഷ്ട്രീയമായിട്ടുള്ള പകപോക്കലിന് ഞങ്ങൾ ഇന്ത്യൻ യൂണിയനിലെ ഗവൺമെൻറ്റിന് ഭരണഘടന അനുസരിച്ച് നിങ്ങൾക്ക് നൽകേണ്ടത് നൽകാതെ പോലും ഞങ്ങളിങ്ങനെ വേട്ടയാടും എന്നുള്ളതാണ്. ഇത് നൽകുന്ന സന്ദേശം അത്ര നല്ലതല്ല.